നമസ്കാരം. പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രി എസ്.എം. കൃഷ്ണ അന്തരിച്ചു. മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിയും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന എസ്.എം. കൃഷ്ണ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ 2:45 ബംഗളൂരുവിലെ വസതിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമ ജീവിതത്തിലായിരുന്നു. 2009 മുതൽ 2012 വരെ UPA സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന അദ്ദേഹം അതിനു മുമ്പ് 1999 മുതൽ 2004 വരെ കർണാടക മുഖ്യമന്ത്രിയായിരുന്നു. 2017 കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നിരുന്നു. 1962 പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച അദ്ദേഹം അറിയപ്പെടുന്ന നിയമജ്ഞനായിരുന്നു. ബംഗളൂരു നഗരത്തിനെ മഹാസാഗരമാക്കി വളർത്തുന്നതിൽ എസ്.എം. കൃഷ്ണയുടെ പങ്ക് വലുതായിരുന്നു. ചുമതല തന്നില്ല, നേതൃത്വത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കി ചാണ്ടി ഉമ്മൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ അതൃപ്തി പരസ്യമാക്കി ചാണ്ടി ഉമ്മൻ രംഗത്ത്. എല്ലാവർക്കും ചുമതലകൾ നൽകി, തനിക്ക് ചുമതല തന്നില്ല അന്ന് പറയേണ്ടെന്ന് കരുതിയതാണ്. ഇപ്പോഴും കൂടുതൽ കാര്യങ്ങൾ ഒന്നും പറയുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രചരണത്തിനായി ഒരു ദിവസം മാത്രമാണ് പാലക്കാട് പോയത്. എല്ലാവരും ഒന്നിച്ചു നിർത്തി നേതൃത്വം മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടി പുനഃസംഘടനയിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കിട്ടണം. കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറണം എന്ന അഭിപ്രായമില്ല. അത് ചർച്ച ചെയ്യാൻ പോലും പാടില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോകണമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇന്ന് സ്വകാര്യ ബസ്സുകൾ ഓടില്ല. 18 മുതൽ അനിശ്ചിതകാല പണിമുടക്ക്. കണ്ണൂരിൽ സ്വകാര്യ ബസ്സുകൾ ഇന്ന് പണിമുടക്കുകയാണ്. പോലീസ് അമിത പിഴ ചുമത്തുന്നുവെന്നാരോപിച്ചാണ് സൂചനാ പണിമുടക്ക്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഈ മാസം 18 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. നവജാത ശിശുവിന്റെ മൃതദേഹം പുഴയിൽ, പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റാത്ത നിലയിൽ. കൊയിലാണ്ടിയിലെ പുഴയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. നെല്ലിയാടി കളത്തിൻകടവിൽ ഇന്ന് പുലർച്ചെ 1:30 മത്സ്യബന്ധനത്തിലേർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റാത്ത നിലയിലാണ് നവജാത ശിശുവിന്റെ മൃതദേഹം. വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി കുഞ്ഞിന്റെ മൃതദേഹം കരയ്ക്കെത്തിച്ചു. തുടർന്ന് മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പുഴയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. നിയന്ത്രണം വിട്ട ബസ് നടപ്പാതയിലേക്ക് പാഞ്ഞുകയറി. 4 പേർക്ക് ദാരുണാന്ത്യം. കൂർളയിൽ നിയന്ത്രണം വിട്ട ബസ് കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള നടപ്പാതയിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. 4 പേർ മരിച്ചു, 15 പേർക്ക് പരിക്കുകളുണ്ട്. ഇതിൽ 7 പേരുടെ നില ഗുരുതരമാണ്. ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപകടം സംഭവിച്ചതിന് കാരണം ബ്രേക്ക് തകരാറിലായതാണോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നതിനെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്.